നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. യുഎഇയിൽ നിന്ന് നാട്ടിലെത്തിയ യുവതി പ്രസവത്തെ തുടർന്ന് മരിച്ചു. ഗുരുതരാവസ്ഥയിലായ കുഞ്ഞിനെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പാലക്കാട് ധോണി സ്വദേശി വിനീഷയാണ് പ്രസവത്തെ തുടർന്ന് മരിച്ചത്. പാലക്കാട് പോളിക്ലിനിക് ആശുപത്രിയിലായിരുന്നു വിനീഷയുടെ പ്രസവം. ഷാർജയിൽ IT എഞ്ചിനീയറായ വിനീഷ പ്രസവത്തിന് മാത്രമായാണ് പാലക്കാട് എത്തിയത്. ഭർത്താവ് ചാലക്കുടി സ്വദേശി സിജിലും ഷാർജയിലാണ്. യുവതിയുടെ മരണം ചികിത്സാ പിഴവുകൊണ്ടാണെന്ന് ആരോപിച്ച് കുടുംബം പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. പ്രസവത്തെ തുടർന്ന് അമ്മയും കുഞ്ഞും ഗുരുതരാവസ്ഥയിലായി. വിനീഷയെ പാലക്കാട് തങ്കം ആശുപത്രിയിലേക്കും കുഞ്ഞിനെ പാലന ആശുപത്രിയിലേക്കുമാണ് മാറ്റിയത്. എന്നാൽ വിനീഷയുടെ രക്തസമ്മർദ്ദം താഴ്ന്നതോടെ ജീവൻ രക്ഷിക്കാനായില്ല. പോളിക്ലിനിക്കിൽ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കുഞ്ഞിന്റെ ആരോഗ്യനിലയും ഗുരുതരമായി തുടരുകയാണ്. പോളിക്ലിനിക്കിൽ വെച്ചാണ് വിനീഷയുടെ പ്രസവം നടന്നത്. തുടർന്ന് അമ്മയുടെയും കുഞ്ഞിന്റെയും നില ഗുരുതരാവസ്ഥയിലായി. വിനീഷയെ പാലക്കാട് തങ്കം ആശുപത്രിയിലേക്കും കുഞ്ഞിനെ പാലന ആശുപത്രിയിലേക്കും പിന്നീട് മാറ്റുകയായിരുന്നു. എന്നാൽ വിനീഷയുടെ രക്തസമ്മർദ്ദം താഴ്ന്നതോടെ ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് വിവരം. പോളിക്ലിനിക്കിൽ ഉണ്ടായ ചികിത്സാ പിഴവാണ് മരണകാരണമെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ടാണ് കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത്. കുഞ്ഞിന്റെ ആരോഗ്യനിലയും ഗുരുതരമായി തന്നെ തുടരുകയാണ്. പോളിക്ലിനിക്കിൽ ഒരു സൗകര്യവും ഉണ്ടായിരുന്നില്ലെന്ന് പിന്നീടാണ് മനസ്സിലാക്കിയതെന്ന് വിനീഷയുടെ അച്ഛൻ പ്രതികരിച്ചു. വിനീഷയുടെ കുടുംബത്തിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സംഭവത്തിൽ പിന്നീട് പ്രതികരിക്കാമെന്ന് പറഞ്ഞ ആശുപത്രി അധികൃതർ പ്രസവത്തെ തുടർന്ന് വിനീഷ മരിച്ചത് ചികിത്സാ പിഴവ് മൂലം അല്ല എന്ന് വിശദീകരണം നൽകിയിട്ടുണ്ട്. ആശുപത്രി പുറത്തുവിട്ട വാർത്താക്കുറിപ്പിലാണ് ഇത് വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രസവശേഷം വിനീഷയുടെ BP ക്രമാതീതമായി താഴുകയായിരുന്നു. വിശദമായ പരിശോധനയിൽ BP കുറയാനുണ്ടായ സാഹചര്യം വ്യക്തമായില്ല. അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം ആണെന്നായിരുന്നു പ്രാഥമിക നിഗമനം. അപൂർവമായി ഉണ്ടാകുന്ന അവസ്ഥയാണിത്. ഇതേ തുടർന്ന് കൂടുതൽ മെച്ചപ്പെട്ട ചികിത്സ ഉറപ്പാക്കുന്നതിനായി വിനീഷയെ സമീപത്തെ തങ്കം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. വിനീഷയുടെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയക്കും. അതേസമയം സൗദി തലസ്ഥാനമായ റിയാദിൽ മരിച്ച ഉത്തർപ്രദേശ് സ്വദേശിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. ഏതാനും ദിവസം മുൻപ് അൽ ഇമാം അബ്ദുറഹ്മാൻ അൽ ഫൈസൽ ആശുപത്രിയിൽ മരിച്ച ഉത്തർപ്രദേശ് ഫത്തേപൂർ മുഹമ്മദാബാദ് സ്വദേശി മുഹമ്മദ് റുസ്താമിന്റെ മൃതദേഹമാണ് റിയാദിൽ നിന്നും നാസ് എയർവേസിൽ നാട്ടിലേക്ക് കൊണ്ടുപോയത്. ലക്നൌ എയർപോർട്ടിൽ നിന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റുവാങ്ങി സ്വദേശത്ത് സംസ്കരിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.